ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും ഭയാനകവും ക്രൂരവുമായ കൊലപാതകങ്ങളിൽ ഒന്നാണ് 1980കളുടെ അവസാനത്തിൽ ജപ്പാനിൽ നടന്ന ജുങ്കോ ഫുറൂട്ട എന്ന പെൺകുട്ടിയുടേത്. 44 ദിവസങ്ങൾ നീണ്ടുനിന്ന ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾക്കൊടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന 17കാരി. ജപ്പാനിലെ മിസാറ്റോയിൽ താമസിച്ചിരുന്ന ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു ജുങ്കോ ഫുറൂട്ട. സുന്ദരിയും പഠനത്തിൽ മിടുക്കിയുമായിരുന്ന അവൾക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു. 1988 നവംബർ 25-നാണ് ജുങ്കോയുടെ ജീവിതം തകിടം മറിഞ്ഞത്. സ്കൂൾ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിയും ചെയ്തിരുന്ന ജുങ്കോ സൈക്കിളിൽ വീട്ടിലേക്ക് വരികയായിരുന്നു. ടോക്കിയോയിലെ അഡാച്ചിയിൽ വെച്ച് 4 യുവാക്കൾ അവളെ വളഞ്ഞു. അതിലൊരാൾ അവളുടെ സൈക്കിളിൽ ചവിട്ടി വീഴ്ത്തി. മറ്റൊരു പ്രതി ഷിൻജി മിനാറ്റോ അവളെ സഹായിക്കാനെന്ന വ്യാജേന അടുത്തുകൂടി. എന്നാൽ നിമിഷങ്ങൾക്കകം അവർ അവളെ ഭീഷണിപ്പെടുത്തി ഒരു വെയർഹൌസിലേക്കും പിന്നീട് മിനാറ്റോയുടെ വീട്ടിലേക്കും തട്ടിക്കൊണ്ടുപോയി. ഇതിന് നേതൃത്വം നൽകിയത് ഹിരോഷി മിയാനോ എന്ന 18കാരനായിരുന്നു. ഇവർ ജപ്പാനിലെ കുപ്രസിദ്ധ കുറ്റവാളി സംഘം യാക്കൂസയുമായി ബന്ധമുള്ളവരായിരുന്നു. അഡാച്ചി ജില്ലയിലെ പ്രതികളിൽ ഒരാളുടെ വീട്ടിലേക്കാണ് ജുങ്കോയെ അവർ തട്ടിക്കൊണ്ടുപോയത്. വീടിന്റെ 2ാം നിലയിൽ ജുങ്കോയെ അവർ തടവിൽ പാർപ്പിച്ചു. അവിടെ വച്ച് നീണ്ട 44 ദിവസങ്ങൾ അവൾ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി. മനുഷ്യ മനസാക്ഷിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരുന്നു അവിടെ അവൾക്ക് നേരിടേണ്ടി വന്നത്. അതിക്രൂരമായ ശാരീരിക പീഡനത്തിന് അവളെ ഇരയാക്കി. ഭക്ഷണവും വെള്ളവും നൽകാതെ പട്ടിണിക്കിട്ടു. അതിശൈത്യമുള്ള സമയമായിരുന്നിട്ടും വസ്ത്രങ്ങളോ പുതപ്പോ നൽകിയില്ല. സിഗരറ്റ് ഉപയോഗിച്ച് ദേഹം മുഴുവൻ പൊള്ളിച്ചു. ഇരുമ്പ് കമ്പികൾ കൊണ്ട് മർദ്ദിച്ചു. വിശപ്പകറ്റാൻ ജുങ്കോ പലപ്പോഴും ജീവനുള്ള പ്രാണികളെ ഭക്ഷിച്ചു. സ്വന്തം മൂത്രം കുടിച്ചു. നരകയാതനയുടെ ദിവസങ്ങൾ. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കുടുംബത്തെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ജുങ്കോയെ അവർ നിശബ്ദയാക്കി. ഭയം കാരണം അവൾക്ക് പോലീസിനെ വിളിക്കാനോ മറിച്ചൊരു വാക്ക് പറയാനോ പോലും ധൈര്യമുണ്ടായിരുന്നില്ല. മകൾക്കായി വീട്ടുകാർ തിരച്ചിൽ തുടങ്ങിയപ്പോൾ പ്രതികൾ അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വീട്ടിലേക്ക് വിളിപ്പിച്ചു. താനൊരു സുഹൃത്തിന്റെ കൂടെയാണ്, പേടിക്കാനൊന്നുമില്ലെന്ന് കുടുംബത്തോട് പറയിപ്പിച്ചു. ഈ ഒരു ഫോൺ കോൾ ജുങ്കോയെ കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമങ്ങളെ പാതി വഴിയിൽ നിർത്തിച്ചു. ഏകദേശം 100ഓളം പേർക്ക് ജുങ്കോ ആ വീട്ടിൽ തടവിലാക്കപ്പെട്ട വിവരം അറിയാമായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ശിക്ഷ ഭയന്നും കുറ്റവാളികളുടെ സ്വാധീനം കാരണവും ആരും ഈ ക്രൂരകൃത്യം പോലീസിനെ അറിയിക്കാൻ തുനിഞ്ഞില്ല. ജനുവരിയുടെ തുടക്കത്തിൽ ജുങ്കോയുടെ ശരീരം പൂർണ്ണമായും തളർന്നിരുന്നു. എന്നാൽ അപ്പോഴും പ്രതികൾ ക്രൂരമർദ്ദനം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. ജനുവരി 4-ന് നിരന്തരമായ പീഡനങ്ങൾക്കൊടുവിൽ ജുങ്കോ മരണത്തിന് കീഴടങ്ങി. അവളുടെ മരണം ഉറപ്പാക്കിയ പ്രതികൾ മൃതദേഹം ഒരു ഓയിൽ ഡ്രമ്മിനുള്ളിലാക്കി അതിൽ കോൺക്രീറ്റ് നിറച്ചു. തുടർന്ന് ടോക്കിയോയിലെ കോട്ടോയിലുള്ള ഒരു നിർമ്മാണ സ്ഥലത്ത് ഉപേക്ഷിച്ചു. കാലങ്ങളോളം ആരും ആ വിവരം അറിഞ്ഞതേയില്ല. പിന്നീട് മറ്റൊരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട പ്രതികളിൽ ഒരാൾ നൽകിയ മൊഴിയാണ് ഈ ക്രൂരതയുടെ ചുരുളഴിച്ചത്. മാർച്ച് 29-ന് ജുങ്കോയുടെ മൃതദേഹം കോൺക്രീറ്റ് ഡ്രമ്മിനുള്ളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ആ മൃതദേഹത്തിൽ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ജുങ്കോ ഫുറൂട്ടയുടെ കൊലപാതക വാർത്ത ജപ്പാനെ ഒന്നടങ്കം നടുക്കി. കേസ് കോടതിയിലെത്തിയെങ്കിലും പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരാണെന്ന കാരണത്താൽ അവർക്ക് കടുത്ത ശിക്ഷ ലഭിച്ചില്ല. പ്രധാന പ്രതിക്ക് 20 വർഷം തടവാണ് ലഭിച്ചത്. മറ്റു 3 പ്രതികൾക്ക് കുറഞ്ഞ കാലയളവിലെ തടവ് ശിക്ഷയും. ജുങ്കോ കൊലപാതക കേസിലെ കുറ്റവാളികൾക്ക് ലഭിച്ച ശിക്ഷ വളരെ കുറവാണെന്ന് ആരോപിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അക്കാലത്ത് ജപ്പാനിൽ അരങ്ങേറി. ജുങ്കോ ഫുറൂട്ടയുടെ മരണം ജപ്പാനിലെ നിയമവ്യവസ്ഥയിലും ക്രിമിനൽ നിയമങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും പ്രായപൂർത്തിയാകാത്ത കുറ്റവാളികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഈ സംഭവം വഴിയൊരുക്കി. ഇന്നും ലോകത്തിലെ ഏറ്റവും ദാരുണമായ കൊലപാതകങ്ങളിൽ ഒന്നായി ജുങ്കോയുടെ കഥ നിലനിൽക്കുന്നു.